ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തമായ ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഗജമേള കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം എന്താണ് ലോകപ്രശസ്തി ആർജിക്കുന്നത്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഗജമേളയെക്കുറിച്ചൊക്കെ അത് ഉത്സവ ചടങ്ങുകളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇതിൻ്റെ ട്രഷറർ ഖജാൻജി കൂടിയായ ദേവസ്വം ഖജാൻജി കൂടിയായ ബിനുചേട്ടനാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. കേരളത്തിലെ പ്രമുഖന്മാരായ ഗജവീരന്മാർ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ചിറക്കൽ കാളിദാസൻ, ഗജരാജ ലക്ഷണപ്പെരുമാൾ പാമ്പാട് രാജൻ, തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ തുടങ്ങി കേരളത്തിലെ പ്രൗഢിയുള്ള ഗജശ്രേഷ്ഠന്മാർ അവരോടൊപ്പം 60-ൽ പരം ഗജവീരന്മാരും ഈ വർഷത്തെ ഗജമേളക്ക് അണിനിരക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു നാട്ടുകാർക്ക് അല്ലെ ആനപ്രേമോ അല്ലെ ആനകളോടുള്ള ഇത്ര ഇഷ്ടം എങ്ങനെയാണ് ഉണ്ടായത്? ആനയടിയെ സംബന്ധിച്ചിടത്തോളം ആനയടിയിലെ ജനങ്ങൾക്ക് ആനയോട് യാതൊരു ഭയവുമില്ല. ആബാലവൃദ്ധ ജനങ്ങളും ആനയുമായി ഇടപഴകി പോകുന്നവരാണ്. അതുകൊണ്ട് ഈ ആനയെപ്പറ്റൊരു ഭയം ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പേര് പോലെ തന്നെ ആന അടിയുന്ന സ്ഥലം തന്നെയാണ് ആനയടി. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത.